അന്ന് രാത്രി എനിക്ക് വന്ന ഒരു ഫോൺ കോളിൽ ഒരു പരുങ്ങിയ സ്വരത്തോടെ ഒരു യുവാവ് എന്നോടൊരു കാര്യം പറഞ്ഞു. എന്നാൽ ആ ഒരു കഥ മുഴുവൻ കേട്ടതിന് ശേഷം എനിക്ക് മനസ്സിലായത് എന്നെ ഫോൺ ചെയ്തത് ഒരു വാമ്പയർ ആണ് എന്നായിരുന്നു. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ അല്പം വിചിത്രമായി തന്നെ തോന്നാം. എന്നാൽ ഇത് അനുഭവിച്ച എൻ്റെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കി. എനിക്കന്ന് വന്ന ഫോൺ കോളിൽ, ചേട്ടാ നിങ്ങൾ കഥയൊക്കെ പറയുന്ന അദ്ദേഹമല്ലേ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പക്ഷേ ചേട്ടനൊന്നും തിരിച്ചെന്നോട് ഇങ്ങോട്ട് ചോദിക്കരുത്. ഞാൻ പറയുന്നത് കേട്ടാൽ മാത്രം മതി. പിന്നെ ഞാൻ ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ നമ്പറിലേക്ക് എന്നെ തിരികെ വിളിക്കരുതെന്നും പറഞ്ഞു. എന്നാൽ ആസ് യൂഷ്വൽ എല്ലാവരും എന്നെ വിളിച്ചു പറയുന്നത് പോലെയുള്ള ഒരു കഥയായിരിക്കും എന്നോർത്ത് ഞാൻ അത്ര ആകാംക്ഷയില്ലാതെ തന്നെ അത് കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ ആ കഥ പറയാൻ തുടങ്ങിയ ആ ഒരു സമയം മുതൽ ആ ഒരു കഥ കഴിയും വരെ എനിക്ക് സത്യത്തിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു കഥ തന്നെയായിരുന്നു അവൻ എന്നോട് പറഞ്ഞത്. വാമ്പയർ ആവാൻ മോഹിച്ച ഒരു യുവാവിൻ്റെ കഥ പറയാം. ആദിത്യൻ, അവനായിരുന്നു എനിക്ക് അന്ന് ഫോൺ ചെയ്തിരുന്നത്. പാലക്കാട്ടെ ഒരു അഗ്രഹാരത്തിൽ ബ്രാഹ്മൺ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആദിത്യന് വളരെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങളായിരുന്നു വെജിറ്റേറിയൻ വിഭവങ്ങൾ. കുടുംബ പാരമ്പര്യം അനുസരിച്ച് വെജിറ്റേറിയൻ അല്ലാതെ യാതൊരു വസ്തുക്കളും ആദിത്യൻ ഇതുവരെ രുചിച്ചിട്ടില്ല. തൻ്റെ സുഹൃത്തുക്കൾ നിർബന്ധിച്ചിട്ട് പോലും ഒരു പാർട്ടിക്ക് പോകുമ്പോൾ പോലും ഒരു മാംസാഹാരമോ അതുപോലെയുള്ള പാനീയങ്ങളോ അവൻ കുടിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല. കാരണം അവന് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം ചിട്ടയുള്ള കൂട്ടത്തിലായിരുന്നു. ആദിത്യന്റെ +2 കാലഘട്ടമായിരുന്നു ആ ഒരു സമയത്ത്. ആദിത്യന് പൊതുവെ നമ്മളെയൊക്കെ പോലെ തന്നെ അവന് ഈ പ്രേതകഥകളിൽ വളരെ വിശ്വാസമുള്ള ഒരു കുട്ടിയായിരുന്നു. അതിൽ അവന് ഏറ്റവും പ്രിയപ്പെട്ടത് അത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുക എന്നതായിരുന്നു. അവൻ പഠിച്ച സ്കൂളിലെ ലൈബ്രറിയിൽ അത്തരം ബുക്കുകളുടെ ഒരുപാട് കളക്ഷനുകളുണ്ട്. അതുകൊണ്ട് അവൻ എല്ലാ ദിവസവും ലൈബ്രറിയിൽ പോയി അത്തരത്തിലുള്ള ബുക്കുകൾ എടുക്കുമായിരുന്നു. ഏകദേശം ഒരു രാത്രി കൊണ്ട് തന്നെ അവൻ ആ പുസ്തകം മുഴുവൻ വായിച്ചു തീർക്കുമായിരുന്നു. അവൻ പറഞ്ഞതുപോലെ രാത്രി സമയങ്ങളിലാണ് ഹൊറർ സ്റ്റോറീസ് വായിക്കാൻ കൂടുതൽ അനുയോജ്യം. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ത്രില്ലുണ്ടല്ലോ, ഞാനത് എത്ര വിവരിച്ചാലും നിങ്ങൾക്കത് മനസ്സിലാവില്ല. അത് ഒരു പ്രത്യേക തരം വികാരമാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്കൂളിലെ മൊത്തം ഹൊറർ പുസ്തകങ്ങളും അവൻ വായിച്ചു തീർത്തിരുന്നു. അതിനുശേഷം അവൻ ആ ലൈബ്രറിക്ക് പോകുമ്പോൾ അവനൊരു വിമുഖത തോന്നുമായിരുന്നു. കാരണം അവനിനി അവിടെ വായിക്കാനായി ബുക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അവൻ പാലക്കാട്ടെ ഒരു പ്രധാനപ്പെട്ട ലൈബ്രറിയിൽ അംഗത്വമെടുത്തത്. അവൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടാണ് അവൻ അവിടെ അംഗത്വമെടുക്കുന്നത്. വളരെ കുറഞ്ഞ പണത്തിന് അവിടെ അവന് ഒരു രജിസ്ട്രേഷൻ ലഭിച്ചു. എന്നാൽ അതൊരു വലിയ ലൈബ്രറി ആയിരുന്നു. ഏകദേശം 1-2 നിലകളുള്ള ഒരു വലിയ ലൈബ്രറി. ആ വലിയ ലൈബ്രറിക്കുള്ളിൽ ഓരോ വിഭാഗങ്ങൾക്കായി പ്രത്യേകം ഷെൽഫുകൾ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് അവൻ ആ ലൈബ്രറിയിലേക്ക് പോയ സമയത്ത് അവൻ ആദ്യം തിരക്കിയത് ഈ പ്രേതകഥകളൊക്കെയുള്ള ബുക്കുകൾ ഉണ്ടോ ചേട്ടാ എന്ന് ആ ലൈബ്രറി ഉദ്യോഗസ്ഥനോട് ചോദിച്ചു. ആ സമയത്ത് ആ ലൈബ്രറിയിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഓ അതിനായി 2ാം നിലയിൽ ഒരു ഭാഗത്തെ ഷെൽഫ് മുഴുവൻ അത്തരത്തിലുള്ള പുസ്തകങ്ങളാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ 2ാം നിലയിലെ പ്രേതാനുഭവങ്ങളും പ്രേതകഥകളും വിവരിച്ചിട്ടുള്ള ആ ബുക്കുകളുടെ ആ ഒരു ഷെൽഫിനടുത്തേക്ക് നടന്നു. അങ്ങനെ അവൻ തിരയുന്ന കൂട്ടത്തിൽ അവൻ വായിച്ച ധാരാളം പുസ്തകങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആദിത്യന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബുക്കുകളായിരുന്നു വാമ്പയർ സ്റ്റോറീസ്, അതായത് രക്തദാഹികളായ മനുഷ്യരുടെ കഥ. ഒരു സമൂഹം മുഴുവൻ രക്തദാഹികളായി മാറിയ, വാമ്പയേഴ്സായി മാറിയ ഒരു ചരിത്രം നമ്മുടെ പുറകിലുള്ള ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം മുതലേ ഈ വാമ്പയർ കഥകളിൽ നിറഞ്ഞിരുന്ന മനുഷ്യരക്തം കുടിക്കുന്ന ജീവനുള്ള വാമ്പയറുകളെ കുറിച്ചുള്ള കഥകളൊക്കെയായിരുന്നു അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഓരോ ഷെൽഫുകളും തിരയുന്നതിന് കൂട്ടത്തിലാണ് ആദിത്യന് ഒരു പുസ്തകം ലഭിച്ചത്. ഒരുപാട് കാലം പഴക്കം ചെന്ന ഒരു പുസ്തകമായിരുന്നു അത്. എന്നാൽ ആ പുസ്തകത്തിന്റെ പുറം ചട്ടകൾ ഇളകിപ്പോയിരുന്നു. അതൊരു ചെളിയുടെ നിറത്തിലുള്ള ഒരു പുറം ചട്ടയായിരുന്നു അതിൽ ബാക്കിയായി അവശേഷിച്ചിരുന്നത്. അന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ അവൻ ആ പുസ്തകം ആ ലൈബ്രറിയിൽ റീഡിംഗ് ഏരിയയിൽ നിന്ന് തന്നെ വായിക്കാമെന്ന് അവൻ വിചാരിച്ചിരുന്നു. അങ്ങനെ ആ പുസ്തകവും എടുത്ത് ആ റീഡിംഗ് റൂമിന്റെ ഒരു മൂലയിൽ പോയിരുന്ന് അവൻ ആ പുസ്തകത്തിന്റെ ഓരോ പേജുകളായി മറിക്കാൻ തുടങ്ങി. ആ പേജുകൾ ഓരോന്നായി മറിക്കുമ്പോൾ അവന് ആദ്യത്തെ പേജുകളിൽ ഒരുപാട് ചിഹ്നങ്ങൾ അടങ്ങിയ
ഒരു പേജായിരുന്നു. അവിടെ എന്തൊക്കെയോ ഹോമകുണ്ടങ്ങളും അതുപോലെയുള്ള ചില വിചിത്രമായ ചിഹ്നങ്ങളും അവനവിടെ കാണാൻ സാധിച്ചു. അവന് ആ ഒരു കാഴ്ച കണ്ടത് മുതൽ അവന് ഒരു കാര്യം മനസ്സിലായി. ഇതൊക്കെ എന്തോ ഒരു വിചിത്രമായ പ്രാകൃതമായ പൂജകൾക്ക് ഉപയോഗിക്കുന്ന ഒരു തരം ചിഹ്നങ്ങളാണ് എന്ന് അവന് പൂർണ്ണമായും മനസ്സിലായി. എന്നാൽ അടുത്ത പേജുകളിലായി അവൻ ഓരോന്നോരോന്നായി വായിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ കണ്ണുകൾ കൂടുതൽ തീക്ഷ്ണമായ രീതിയിൽ ആ ബുക്കിലേക്ക് പതിക്കാൻ തുടങ്ങി. ആ ബുക്കിൽ മറ്റൊന്നുമായിരുന്നില്ല, ഒരു മനുഷ്യന് വാമ്പയർ ആവാനുള്ള കഴിവുണ്ടെന്ന് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിന് ചില മന്ത്രങ്ങളും ചില പൂജകളും ചെയ്യേണ്ടതുണ്ട് എന്നും ആ ഒരു പുസ്തകത്തിൽ വളരെ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവൻ ആ ഓരോ പുസ്തകത്തിന്റെ ഓരോ പേജുകളും വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അങ്ങോട്ടേക്ക് ഒരാൾ കടന്നു വരുന്നത്. ഏകദേശം മുടിയുടെ ചില ഭാഗങ്ങളിലൊക്കെ നര ബാധിച്ച് ഒരു യുവാവുമല്ല, എന്നാൽ ഒരു വൃദ്ധനുമല്ല, എന്നാൽ ഒരു മധ്യവയസ്കൻ എന്നൊക്കെ പറയും. അദ്ദേഹം ആദിത്യന്റെ തോളിൽ തട്ടി, ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞോ? ഈ പുസ്തകം നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടോ? നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞെങ്കിൽ എനിക്ക് ഈ പുസ്തകം ഒന്ന് തരുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. ആ സമയത്ത് ആദിത്യൻ പറഞ്ഞു, ഞാനിത് വായിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഞാനിത് വായിച്ചതിന് ശേഷം തന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ പുസ്തകത്തിൽ നിന്ന് 1-2 റെഫറൻസ് എടുക്കാനുണ്ട്, അത് എടുത്തതിന് ശേഷം ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദിത്യൻ അദ്ദേഹത്തിന് ആ ഒരു പുസ്തകം നൽകി. എന്നിട്ട് അദ്ദേഹം അല്പം മാറിയിരുന്ന് അതിൽ നിന്നും എന്തൊക്കെയോ മറ്റൊരു പേജിലേക്ക് കുറിച്ചെടുത്ത് ആ ഒരു പുസ്തകം ആദിത്യനെ തിരികെ ഏൽപ്പിച്ച് അദ്ദേഹം അവിടെ നിന്നും കടന്നു കളഞ്ഞു. ആ സമയത്ത് ആദിത്യൻ അദ്ദേഹത്തെ തന്നെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള ഒരു പുസ്തകത്തിൽ നിന്നും എന്താണ് അദ്ദേഹം എഴുതിപ്പോയത് എന്ന ഒരു ചിന്ത മാത്രമായിരുന്നു ആദിത്യന്. അങ്ങനെ ആദിത്യന് ആ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആദിത്യന് ചില കാര്യങ്ങൾ മനസ്സിലായത്. ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ ചില പൂജാവിധികളിലൂടെ അല്ലെങ്കിൽ അഥർവ മന്ത്രങ്ങളിലൂടെ ഒരു വാമ്പയറായി മാറാനും അമരത്വം നിലനിർത്താനും മരണമില്ലാത്ത ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും എന്ന കാര്യം ചില പ്രാചീന വികൃത വിധികളായിരുന്നു അതിനകത്ത് കൊടുത്തിരുന്നത്. മനുഷ്യരക്തം പോലും കുടിച്ചതിന് ശേഷം മാത്രമേ ഒരാൾക്ക് വാമ്പയർ ആവാൻ പറ്റുമായിരുന്നുള്ളൂ എന്ന ചില പ്രാചീന വിചിത്രമായ കാര്യങ്ങൾ ആദിത്യന് ആ പുസ്തകത്തിൽ നിന്നും ലഭിച്ചു. അങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആദിത്യന് വീട്ടിൽ നിന്നും ഫോൺ വന്നത്. പെട്ടെന്ന് തിരികെ വരാനായി ആ പുസ്തകം അവന് വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് കരുതി അവൻ ആ ലൈബ്രറിയിലെ ഇൻചാർജിന്റെ അടുത്ത് പോയി ഇത് കൊണ്ടുപോകാനായി അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത് വളരെ റെയർ ആയിട്ടുള്ള ഒരു പുസ്തകമാണ്, ഇതിന്റെ ഒരു കോപ്പി മാത്രമേ നമുക്ക് ഈ ലൈബ്രറിയിലുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്കിത് കൊണ്ടുപോകാൻ പറ്റില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് വായിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ആദിത്യന് അവിടെ ഇരുന്ന് വായിക്കാനുള്ള സമയമുണ്ടായിരുന്നില്ല. എന്നാൽ ആദിത്യൻ പറഞ്ഞു, ഞാൻ അടുത്ത ദിവസം വന്ന് ഇത് വായിച്ചോളാം. അങ്ങനെ ആദിത്യൻ അവിടെ നിന്നും വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിലേക്ക് പോയതിനു ശേഷം വീട്ടിലെ ചില പരിപാടികളിൽ ആദിത്യൻ വളരെ തിരക്കായി പോയി. അങ്ങനെയാണ് ആദിത്യന് കോഴിക്കോട് ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നത്, BA മാസ് കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ പെട്ടെന്ന് തന്നെ ആദിത്യന് കോഴിക്കോട് ഈ ഒരു കോളേജിലേക്ക് പോവേണ്ടതായിരുന്നു. അങ്ങനെ കോളേജിൽ 1-2 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ആദിത്യന് ആ ഒരു വാമ്പയർ സ്റ്റോറിയെ കുറിച്ച് ഓർമ്മ വരുന്നത്. ആ ഒരു പുസ്തകം മുഴുവനായി വായിക്കാൻ പറ്റാത്തതിന്റെ എല്ലാ വിഷമവും ആദിത്യനുണ്ടായിരുന്നു. അങ്ങനെയാണ് ആദിത്യൻ അവന്റെ കോളേജിലെ ലൈബ്രറിയിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പുസ്തകങ്ങൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടി പോകുന്നത്. ആ സമയത്ത് ആ ഒരു പുസ്തകം നേരത്തെ പാലക്കാട്ടെ ലൈബ്രറിയിൽ നിന്നും വായിച്ച അതേ പുസ്തകം അവന് അവിടെ നിന്നും ലഭിച്ചു. എന്നിട്ട് അതിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടി അവൻ വായിച്ചു. എന്നാൽ അതിലെ ബാക്കി ഭാഗങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു. കേരളത്തിലൊന്നും ഇത്തരത്തിലുള്ള പൂജകളോ മന്ത്രങ്ങളോ തന്ത്രങ്ങളോ ചെയ്യുന്നില്ല. ഇതെല്ലാം ഗോവയിലെ ഉൾവനങ്ങളിൽ അതുപോലെ ഉൾഗ്രാമങ്ങളിലെ ചില പാഴടഞ്ഞ ബംഗ്ലാവുകളിലും പാഴടഞ്ഞ ക്രിസ്ത്യൻ പള്ളികളിലൊക്കെയായിരുന്നു ഇത് നടന്നിരുന്നത്. എന്നാൽ ഇതൊരു ക്രിസ്ത്യൻ മതത്തെയോ ഹിന്ദു മതത്തെയോ അങ്ങനെ ഒരു മതത്തെയും ഇത് അനുകൂലിക്കുന്നില്ല. ഇത് തികച്ചും എല്ലാ ദൈവങ്ങളിൽ നിന്നുമൊക്കെ വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു മന്ത്രതന്ത്രം തന്നെയായിരുന്നു. ചില അഥർവ മന്ത്രങ്ങൾ, അതിന് പ്രത്യേകതരം മതമില്ല, ജാതിയില്ല, ഭാഷയില്ല, എല്ലാവർക്കും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാവുന്ന ചില അഥർവ മന്ത്രങ്ങൾ. അങ്ങനെ ആ പുസ്തകം മുഴുവൻ വായിച്ചു തീർത്ത് അവൻ ക്ലാസ് മുറിയിലേക്ക് പോകുമ്പോഴായിരുന്നു അന്നവർക്ക് പുതുതായി ക്ലാസ് എടുക്കാനായി ഒരു അധ്യാപകൻ വന്നത്. എന്നാൽ ഈ അധ്യാപകൻ ക്ലാസ്സിലേക്ക് വന്ന മുതലേ ആദിത്യനെ ഇദ്ദേഹത്തെ എവിടെയോ വെച്ച് കണ്ടതായി നല്ല പരിചയം തോന്നി.
അങ്ങനെ ഒരുപാട് ആലോചിച്ചപ്പോഴാണ് അന്ന് ലൈബ്രറിയിൽ വെച്ച് തൻ്റെ കയ്യിലിരുന്ന ആ ഒരു വാമ്പയർ ബുക്ക് വാങ്ങി റെഫറൻസ് എഴുതി വെച്ച് അവിടെ നിന്നും മടങ്ങിയ ആ ഒരു മധ്യവയസ്കനെ ഓർമ്മയിൽ വന്നത്. അങ്ങനെ 1-2 ദിവസത്തെ ക്ലാസ്സുകൾക്ക് ശേഷം ഒരിക്കൽ ആദിത്യൻ ആ ഒരു അധ്യാപകനെ ആ ഒരു കോളേജിന്റെ വരാന്തയിൽ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ അവൻ ചോദിച്ചു, ഈ വാമ്പയർ സ്റ്റോറീസ് എങ്ങനെയാണ് സാറിന് ഇത്രയ്ക്ക് ഇഷ്ടം തോന്നിയത്? അത് കേട്ട ഉടനെ ആദിത്യന്റെ ആ അധ്യാപകൻ ആദിത്യനോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്നാൽ ആ അധ്യാപകൻ അറിയാമായിരുന്നു ആദിത്യൻ ആ ഒരു പുസ്തകം മുഴുവൻ വായിച്ചിരുന്നു എന്ന്. അങ്ങനെ ആ ഒരു സമയത്ത് ആദിത്യനോട് ആ അധ്യാപകൻ ഒന്നും തന്നെ പറഞ്ഞില്ല. എന്നാൽ അന്ന് കോളേജ് അവസാനിച്ച ദിവസം അവർ തിരികെ മടങ്ങുന്ന സമയത്താണ് ആദിത്യനെ ആ അധ്യാപകൻ പുറകിൽ നിന്ന് വിളിച്ചത്. നിനക്ക് സത്യത്തിൽ വാമ്പയർ ബുക്സ് ഇഷ്ടമാണോ? നിനക്ക് വാമ്പയറുകളെ കുറിച്ച് എന്തറിയാം എന്നൊക്കെ ആ അധ്യാപകൻ ആദിത്യനോട് ചോദിച്ചു. അതിന് ആദിത്യൻ ചില മറുപടികളും പറഞ്ഞു. എന്നാൽ ആ അധ്യാപകൻ പറഞ്ഞു, ഇതൊന്നുമല്ല കുട്ടി വാമ്പയർ സ്റ്റോറീസ്, ഇതിനപ്പുറത്തേക്ക് ചില വാമ്പയർ കഥകളുമുണ്ട്. അങ്ങനെ അദ്ദേഹം കുറേയധികം പുസ്തകങ്ങളിൽ ഇല്ലാത്ത പലതരം വിചിത്രമായ, നീചമായ, വൃത്തിഹീനമായ പല കഥകളും ആദിത്യന് പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ആദിത്യൻ തൻ്റെ അധ്യാപകനോട് ഒരു ആഗ്രഹം പറഞ്ഞു, സർ, എനിക്ക് വാമ്പയർ ആവാൻ പറ്റുമോ? എനിക്ക് വാമ്പയർ ആവാൻ ഒരുപാട് ഇഷ്ടമാണ്, മറിച്ച് സന്തോഷമായിരുന്നു. ആ സമയത്ത് ആദിത്യനോട് ചോദിച്ചു, നിനക്ക് സത്യത്തിൽ വാമ്പയർ ആവണം എങ്കിൽ അതിനൊരു വഴിയുണ്ട്. നീ എൻ്റെ കൂടെ ഒരിടം വരെ വരികയാണെങ്കിൽ നിനക്ക് ഉറപ്പായും വാമ്പയറായി മാറാമെന്ന് പറഞ്ഞു. എന്നാൽ വാമ്പയർ ആകുന്നതിന് വേണ്ടി 4 പ്രധാനപ്പെട്ട കടമ്പകളിലൂടെ കടന്നു പോകണം. അഥർവവേദ മന്ത്രങ്ങൾ ആദ്യം പഠിക്കണം, പിന്നെ നഗ്നപൂജ, പിന്നീട് പലതരം വിചിത്രമായ കൂട്ടുകൾ ചേർത്ത ഒരു പാനീയം സേവിക്കുക. ആ പാനീയം സേവിച്ച നാൾ മുതൽ ഏകദേശം 3 ദിവസത്തേക്ക് നീ ഉറങ്ങി തന്നെയാവും കിടക്കുക. അതിനുശേഷം ഉണർന്ന ഉടനെ ചോര കുടിക്കുക, അതും മനുഷ്യരക്തം. അതുകൂടെ കുടിച്ചു കഴിഞ്ഞാൽ നീ ഉറപ്പായും വാമ്പയറായി മാറാൻ തുടങ്ങും എന്നുകൂടി പറഞ്ഞു. എന്നാൽ ആദിത്യന് തൻ്റെ വീട്ടിൽ പറയാണ്ട് ആ അധ്യാപകന്റെ കൂടെ പോവാൻ സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ച് ഒരു കള്ളം പറഞ്ഞ് ആ അധ്യാപകന്റെ സപ്പോർട്ടോടു കൂടി അവർ രണ്ടുപേരും യാത്ര തിരിച്ചത് ഗോവയിലേക്കായിരുന്നു. എന്നാൽ ഗോവ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ഒരു ഗോവയിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. നമ്മൾ ഗോവയിലെ ഉൾക്കാടുകളിൽ, ഉൾഗ്രാമങ്ങളിൽ, ഉൾവനങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ചില ബംഗ്ലാവുകളെ ലക്ഷ്യം വെച്ചാണ് അവരും യാത്രയാവുന്നത്. അവരോട് കൂടെ നമ്മളും യാത്ര പോകുന്നത്. അങ്ങനെ അവർ ഗോവയുടെ ഉൾവനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പഴയ ബംഗ്ലാവിന്റെ അടുത്തെത്തി. ഒരു കറുത്തിരുണ്ട ഒരു ബംഗ്ലാവ് കണ്ടാൽ തന്നെ വിചിത്രമായും പേടിയായും തോന്നും. അത്തരത്തിലുള്ള ഒരു ബംഗ്ലാവിനകത്തേക്ക് കയറുന്ന സമയത്ത് അവിടെ ഒരുപാട് പേർ ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ജീവനുണ്ട്, എന്നാൽ അവരെല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണ്. ആ സമയത്ത് ആദിത്യനോട് തൻ്റെ അധ്യാപകൻ പറഞ്ഞു, ഇവരൊക്കെ നിന്നെ പോലെ വാമ്പയർ ആവാനുള്ള ഒരുക്കത്തിലാണ്. നാളെ അവർ എഴുന്നേറ്റ ഉടനെ അവർ ആദ്യം കുടിക്കുന്നത് ചുടുരക്തമാണ്. അതിനുശേഷം അവർ ഉറപ്പായും വാമ്പയറായി മാറുമെന്ന്. അത് കണ്ട ഉടൻ തന്നെ ആദിത്യന് ചില കൗതുകങ്ങളെല്ലാം തോന്നി. അങ്ങനെ ആദിത്യൻ ആ ഒരു ബംഗ്ലാവിനകത്തേക്ക് ഈ പ്രത്യേക പൂജ നടക്കുന്ന അവിടത്തേക്ക് ചെന്നപ്പോൾ അവിടെ നിറച്ചിരിക്കുന്ന തലയോട്ടുകളിൽ രക്തമായിരുന്നു. അതുപോലെ അശുദ്ധിയാക്കുന്ന പല രീതിയിലുള്ള പല വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് തന്നെ ആ ഒരു നിമിഷം തന്നെ ആദ്യമായി അഥർവ മന്ത്രങ്ങൾ ആദിത്യൻ പഠിച്ചെടുക്കാൻ തുടങ്ങി. അതിനുശേഷം നഗ്നപൂജ നടത്തി. അതിനുശേഷമായിരുന്നു ആ ഒരു വിശിഷ്ട കൂട്ടുകളുള്ള ആ പാനീയം അവൻ നുകരാൻ ഒരുങ്ങിയത്. ആ പാനീയം കുടിച്ചത് മുതൽ അവന് എന്തോ തല കറങ്ങുന്നത് പോലെ തോന്നി. അവൻ അവിടെ തന്നെ ബോധരഹിതനായി വീണു. അങ്ങനെ 3 ദിവസത്തിന് ശേഷം അവൻ ഉണർന്നപ്പോൾ അവന് വല്ലാതെ ദാഹം തോന്നി. അവൻ പെട്ടെന്ന് വെള്ളം എന്ന് ചോദിച്ചപ്പോൾ അവന് കുടിക്കാൻ നൽകിയത് ചുടുരക്തമായിരുന്നു. അതുകൂടെ കുടിച്ച ഉടനെ തന്നെ അവനിൽ എന്തോ ഒരു മാറ്റം സംഭവിക്കാൻ തുടങ്ങി. ആ എല്ലാ പൂജകൾക്കും ശേഷം ഇനിയും ഒരുപാട് കാലം ഗോവയിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി. അവർ തിരിച്ച് കോഴിക്കോട്ടേക്ക് മടങ്ങി. അങ്ങനെ അവൻ കോളേജിലേക്ക് എത്തി. എന്നാൽ അതിനുശേഷം അവന് ക്ലാസ്സിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതൊരു കാര്യത്തിലും അവനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അവനെ കൊണ്ടുപോയ അധ്യാപകനെ പിന്നീട് ആ ഒരു കോളേജിലേക്കും കണ്ടില്ല. അവൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഇവിടെ നിന്നും സ്ഥലം മാറ്റം വാങ്ങി പോയി എന്നാണ് അറിയാൻ കേട്ടത്. ആദിത്യന് അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവന് എന്തൊക്കെയോ അസ്വസ്ഥത തോന്നിയ അവൻ ഹോസ്റ്റലിലേക്ക് ചെന്നു. എന്നാൽ അന്നത്തെ രാത്രി അവന് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് അവൻ കണ്ണാടിക്ക് മുന്നിൽ പോയിരുന്ന സമയത്ത്, കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് അവൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു. അവൻ്റെ കോമ്പല്ലുകൾ നീണ്ടിരുന്നു.
ഒരു വാമ്പയർ തീത്ത് പോലെ അവൻ്റെ പല്ലുകൾ കൂർത്തിരുണ്ട് നിൽക്കുകയായിരുന്നു. അത് കണ്ട ഉടനെ തന്നെ അവന് സത്യത്തിൽ ആദ്യം പേടി തോന്നിയെങ്കിലും പിന്നീട് സന്തോഷം തോന്നി. അങ്ങനെ അവൻ ഒരു വാമ്പയർ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് അവന് മനസ്സിലായി തുടങ്ങി. ആ സമയത്ത് അവന് വല്ലാത്ത തരം വിശപ്പ് അനുഭവപ്പെട്ടു. എന്നാൽ വെജിറ്റേറിയൻ മാത്രം കഴിച്ചിരുന്ന ആദിത്യന് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് മാംസാഹാരങ്ങളോടായിരുന്നു. അങ്ങനെ ഒരു ഓൺലൈൻ ആപ്പിൽ അത്തരത്തിലുള്ള ചില ഭക്ഷണങ്ങൾ വരുത്തി അവൻ ആർത്തിയോടെ കഴിച്ചു. ആ സമയത്താണ് പെട്ടെന്ന് അവനൊരു ഫോൺ വരുന്നത്. തൻ്റെ കുടുംബത്തിൽ വയ്യാതെ കിടന്നിരുന്ന ആർക്കോ എന്തോ അസുഖം കൂടുതലാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ച് നാട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ അവൻ പാലക്കാട്ടെ വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ അന്ന് രാത്രി അവൻ അവിടെ എത്തിയത് മുതൽ അവിടുത്തെ ആ അമ്മൂമ്മയ്ക്ക് അസുഖം കൂടുതലായിരുന്നു. അടുത്ത ദിവസം അവർ മരണപ്പെടുകയും ചെയ്തു. എന്നാൽ മരണത്തിന് ശേഷമുള്ള എല്ലാ പൂജകളിൽ നിന്നും ആദിത്യൻ വിട്ടുനിന്നു. അവന് ആ പൂജാമന്ത്രങ്ങൾ കേൾക്കുമ്പോൾ ശരീരമാസകലം എന്തോ പോലെ. സൂര്യനെ നോക്കാൻ അവന് ബുദ്ധിമുട്ടായിരുന്നു. പ്രകാശം അവന് എന്തോ അസ്വസ്ഥത നൽകി. അതുകൊണ്ട് തന്നെയായിരുന്നു അവൻ ഒരു രീതിയിലും പുറത്തേക്ക് ഇറങ്ങാതെയായി. അടുത്ത ദിവസം അവൻ കണ്ണാടിയിൽ അവൻ്റെ കോമ്പല്ലുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പുറകിൽ നിന്നും അവൻ്റെ ഏട്ടൻ അത് ശ്രദ്ധിച്ചത്. അവൻ്റെ പല്ലുകൾ ഒരു വാമ്പയർ തീത്തുപോലെ, അവൻ്റെ കോമ്പല്ലുകൾ കൂർത്തിരിക്കുന്നു, ഒരു യക്ഷിയെ പോലെ. അത് കണ്ട ഉടനെ തന്നെ അവൻ്റെ അച്ഛനോടും അമ്മയോടും ചെന്ന് ഈ കാര്യം പറഞ്ഞു. ഉടനെ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെ ആ ഒരു കാഴ്ച കാണിക്കുകയും ചെയ്തു. ഈശ്വരവിശ്വാസം കൂടുതലുള്ളവരായിരുന്നു ആദിത്യന്റെ അച്ഛനും അമ്മയും. ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ഒരു കോവിലിലെ പൂജാരിയോട് കാര്യങ്ങൾ പറഞ്ഞു. പൂജാരി ചില കാര്യങ്ങൾ അവരോട് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യാൻ പറഞ്ഞു. ഉടനെ തന്നെ ആദിത്യനെ ആദ്യം ചെയ്തത് ഭക്ഷണം കഴിക്കാനാണ്. ഭക്ഷണം കഴിക്കാൻ എത്തിയ സമയത്ത് ആദിത്യന് അവർ നൽകിയ ഒരുപാട് പച്ചക്കറി വിഭവങ്ങൾ അവന് നൽകി. എന്നാൽ ആദിത്യൻ ആ ഭക്ഷണം കഴിക്കാനേ കൂട്ടാക്കിയില്ല. അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു ആദിത്യന്റെ സഹോദരൻ അവനെ കൂടെ കൊണ്ടുപോയി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അവന് മാംസാഹാരങ്ങൾ വാങ്ങിക്കൊടുത്തു. മാംസാഹാരങ്ങൾ കഴിക്കാത്ത ആദിത്യൻ മാംസാഹാരങ്ങൾ അവന്റെ ഏട്ടന് മുന്നിൽ നിന്നും ആക്രാന്തത്തോടെ കഴിച്ചു തീർത്തു. ഇതുകൂടി കണ്ടപ്പോൾ അവർക്ക് ഏകദേശം മനസ്സിലായി ആദിത്യന്റെ ശരീരത്തിൽ മറ്റെന്തോ ബാധ കൂടിയിരിക്കുന്നു എന്ന രീതിയിൽ ആ ഒരു വീട്ടിൽ ആ ഒരു വാർത്ത പടരാൻ തുടങ്ങി. ഉടനെ തന്നെ ആവാഹനമായി, ഉച്ചാടനമായി, മന്ത്രവാദമായി. ഒടുവിൽ ആദിത്യനെ 129 ദിവസത്തേക്ക് ചങ്ങലയ്ക്ക് തളച്ചിട്ടു, ഒരു ഇരുണ്ട മുറിയിൽ. അങ്ങനെ അവനെ 3 മാസ കാലയളവിൽ ഒരു ഇരുട്ട് നിറഞ്ഞ മുറിയിൽ അടച്ചിട്ടു. ആ ഒരു 3 മാസത്തെ കാലയളവിൽ ആ ഒരു കുടുംബത്തിൽ പൂജാകർമ്മങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. അവസാനത്തെ പൂജയുടെ അന്ന് ശുദ്ധി വരുത്താനായി അവനെ ആ ഒരു ഇരുട്ട് നിറഞ്ഞ മുറിയിൽ നിന്നും ചങ്ങലയിൽ വേർപ്പെടുത്തി അവനെ മുറ്റത്തേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് അവന്റെ പല്ലുകളെല്ലാം നോർമലി സാധാരണ പോലെ തന്നെയായിരുന്നു. അവന്റെ പെരുമാറ്റവും സാധാരണ പോലെ തന്നെയായിരുന്നു. എന്നാൽ ഇതൊന്നും ആയിരുന്നില്ല അത്ഭുതമുള്ള കാര്യം. പിന്നീട് ആദിത്യനെ കോഴിക്കോട്ടെ കോളേജിലേക്ക് പഠിക്കാൻ വിട്ടില്ല. പിന്നീട് ലൈബ്രറികളിലേക്ക് അവനെ വായിക്കാനും വിട്ടില്ല. അങ്ങനെ ആ ഒരു വീട്ടിൽ തന്നെ ആദിത്യൻ കഴിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു ഒരു ദിവസം അർദ്ധരാത്രി അവൻ അരികിലേക്ക് എന്തോ ഒരു വിചിത്രമായ രൂപം പറന്നു വന്നിരുന്നത്. എന്നിട്ട് അവന് ചില മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. നിനക്കിനി എപ്പോഴെങ്കിലും വാമ്പയർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. നീ ഈ മന്ത്രം ചൊല്ലിയാൽ നീ ഉറപ്പായും നിമിഷം നേരം കൊണ്ട് വാമ്പയറായി മാറുമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഒരു രൂപം അവനിൽ നിന്നും മറഞ്ഞുപോയി. അതിനുശേഷം പിന്നീട് ഒരിക്കലും ആദിത്യൻ ആ ഒരു മന്ത്രം ചൊല്ലാൻ മുതിർന്നിട്ടില്ല. കാരണം അവന് പേടിയല്ല, അവനെ എന്തോ ഒരു ശക്തി തടുക്കുന്നത് പോലെ. പക്ഷേ എപ്പോഴെങ്കിലും ഒരു അവസരം ലഭിച്ചാൽ അവൻ ഉറപ്പായും ആ മന്ത്രം ഉച്ചരിക്കും എന്ന് തന്നെയായിരുന്നു അവൻ എന്നോട് ഫോൺ ചെയ്ത സമയത്ത് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ എനിക്ക് തികച്ചും വിചിത്രമായി തോന്നി. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായി ഈ ഒരു കഥ പങ്കുവെച്ചപ്പോഴും അവൻ ആദ്യം ചോദിച്ചത് ഇത് തന്നെയായിരുന്നു, ഇങ്ങനെയൊക്കെ ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുമോ? അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും ചോദിക്കാനുള്ളത്, ഇങ്ങനെയൊക്കെ ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്ന്. ഇത്തരത്തിലുള്ള കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെ കുറിച്ചുള്ള ധാരാളം കഥകൾ എനിക്ക് ഇനിയും നിങ്ങളോട് പറയാനുണ്ട്. അത്തരത്തിലുള്ള കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ കൂടാവുന്നതുമാണ്.